ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്നൊരു ലഞ്ച് വ്ളോഗായിട്ടാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറക്കുമ്പം ആ ഒരു ചേട്ടൻ്റെ ഫുഡ് കഴിക്കുന്ന വ്ളോഗല്ലേ, എവിടെ നോക്കിയാലും ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അതൊക്കെ കണ്ടപ്പോൾ നല്ല ചോറും കുറേ കറികളൊക്കെ കൂട്ടി കഴിക്കാനൊരു പൂതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങനെയൊക്കെ ആക്കാമെന്ന് വിചാരിച്ച്. കാരണം നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ എന്താ പറയുക 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ അപ്ലോഡ് ആക്കുന്നതേ ഉള്ളൂ. നമ്മൾ നോമ്പ് ഇതൊക്കെ കഴിഞ്ഞ് ഒരു മാസത്തിന് മേലെയായിട്ടുണ്ടായിരുന്നു സാധാ ചോറ് കഴിച്ചിട്ട്. അപ്പം ഇന്ന് കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് നല്ലൊരു ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് തിളച്ച് ചോറൊക്കെ ആയി വരുന്ന ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കാമല്ലോ. പിന്നെ ഞാനിന്ന് വറവുണ്ടാക്കുന്നത് ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. എല്ലാം കൂടി ഞാൻ ഒന്നിച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും ഉപ്പും തേങ്ങയും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ കടുക് താളിച്ചിട്ട് അതിൽ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ ഇതിട്ടിട്ടില്ലല്ലോ, എന്താ പറയുക, വെളുത്തുള്ളി ഇട്ടിട്ടില്ലല്ലോ. അപ്പം അതും കൂടി ഒന്ന് ചതച്ചിട്ട് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെ വെളുത്തുള്ളി ഇടുമ്പോഴായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആ ഒരു വെളുത്തുള്ളിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുക. ഞാൻ അങ്ങനെയാണ് ചെയ്യലേ. നിങ്ങൾ ആ ഒരു കടുകിൻ്റെ എന്താ പറയുക, കടുക് താളിക്കുന്ന ആ ടൈമിൽ തന്നെ ഇട്ട് കൊടുത്താലും മതി. ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യുമ്പം ആ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ അരച്ചെടുക്കുന്നുണ്ട്. ഇത് കറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിന്ന് ചെമ്മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ട് അതിലോട്ട് വലിയ ജീരകവും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന തന്നെ ആയിരിക്കൂലേ, പിന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു തേങ്ങ അരച്ച കറിയൊക്കെ വെക്കുമ്പോഴേ തേങ്ങ നല്ലപോലെ അരച്ചെടുക്കണം, എന്നാലേ ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവാം. നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. പിന്നെന്താ, ഒരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾക്ക് എന്താ ഇഷ്ടം അത് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയും പച്ചമുളക് ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. ഉള്ളി നല്ലപോലെ വഴഞ്ഞതിന് ശേഷം മാത്രം തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ടും കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളിവെള്ളയില്ലേ അത് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ പച്ച മാങ്ങയുണ്ടെങ്കിൽ ഇപ്പോൾ മാങ്ങേൻ്റെ സീസണല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ മാങ്ങയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ചെമ്മീൻ ഇങ്ങനെ വേവിച്ചിട്ട് തേങ്ങ പിന്നീട് ഒഴിക്കുമ്പോൾ എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചിലവർ തേങ്ങ ഒഴിച്ച് തേങ്ങ തിളച്ച് വരുമ്പോൾ ചെമ്മീൻ ഇടുന്നതൊക്കെ കാണലുണ്ട്. ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുന്നവരുമായിരിക്കും കൂടുതലും. ഇങ്ങനെ ആയി കഴിയുമ്പം നമുക്ക് ആ ഒരു ചെമ്മീൻ്റെ ഒരു പച്ച ചൊവയും ഉണ്ടാവില്ല, എന്താ പറയുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെമ്മീൻ കറി വെച്ച് നോക്ക്, അടിപൊളിയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് 2-3 പച്ചമുളകും, ലാസ്റ്റിൽ പച്ചമുളക് ഇടുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും സെറ്റായി. ഇനി നമുക്ക് നല്ലൊരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ കുറേ കറികളൊക്കെ കൂട്ടിയിട്ട് ചോറ് ഉണ്ടാക്കൽ വളരെ കുറവാണെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഞാൻ സാധാ ചോറ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂളിലെ ടൈമിലൊന്നും ഉണ്ടാക്കലേ ഇല്ല. അപ്പം ഇപ്പോൾ സ്കൂളൊക്കെ അടച്ച ടൈമോ അന്നേ കുട്ടികളെല്ലാം ഉണ്ടാകുമ്പോൾ അല്ലേ നമുക്ക് ഉണ്ടാക്കാൻ തോന്നുക. അപ്പോൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയിലോട്ട് ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും അതുപോലെ കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകവും പിന്നെ കുറച്ച് കടുകും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ കറി തിളച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനങ്ങനെ കുറച്ച് ലൂസായിട്ട് അങ്ങനെ കറി വെക്കലില്ല കേട്ടോ, കാരണം ഞാൻ കുറച്ച് കട്ടിയിൽ തന്നെ വെക്കല്, ചോറിലൊക്കെ പിടിക്കാത്ത പോലെ ഉണ്ടാവും എനിക്ക് നല്ല ലൂസിൽ ആക്കുമ്പോൾ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ജീരകത്തിൻ്റെ കുപ്പിൻ്റെ അടപ്പ് പൊട്ടിപ്പോയിട്ടുണ്ട്. അതെന്താണെന്നറിയില്ല, ഡെയിലി എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമായിട്ട് പൊട്ടും കേട്ടോ. എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് പച്ചടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ ഒരു 1/2 ടീസ്പൂണൊക്കെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഒരു 3-4 വിസിൽ വരെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പൈനാപ്പിൾ എന്താ പറയുക, ഫ്രൈ ഇല്ലേ, ഇത് വൈറലായിട്ട് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടതല്ലേ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ വലിയ ജീരകത്തിൻ്റെ പൗഡർ കാണുന്നുണ്ട്. ഇവിടെ ആ ഒരു ടേസ്റ്റ് ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് സമയം ഉപ്പും മുളകൊക്കെ അതിൽ പിടിക്കട്ടെ, അതൊന്ന് മാറ്റി വെക്കാം, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ
പൈനാപ്പിൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് വെള്ളം വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നല്ല തിക്കായിട്ട് വേണം. ഇനി ഇതിലോട്ട് അരക്കപ്പ് നല്ല കട്ടി തൈരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ പൈനാപ്പിളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് കാണിക്കാൻ വിട്ടുപോയി. തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കടുകും വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകും കൂടി ചേർത്തിട്ട് താളിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പൈനാപ്പിൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോട്ടോ. ഞാനിവിടെ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഇനി പൈനാപ്പിൾ വെച്ച് കൊടുക്കാം. എൻ്റെ പൈനാപ്പിളില്ലേ ഭയങ്കര മധുരമുള്ള, എന്താ പറയുക, തീരെ പുളിപ്പില്ലാത്ത പൈനാപ്പിളേനു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല, സത്യം പറയാലോ. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല മധുരമുള്ളത് കൊണ്ടായിരിക്കും, ഞാൻ വേറെ പുളിയൊന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ച ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കുഴപ്പമില്ല, പുളിയുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. അപ്പം നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പപ്പടവും അച്ചാറും അതും സെറ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും എന്ന് പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഒരു ഹേട്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഞാനില്ലേ ഈ ഫുഡ് വിളമ്പി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കഴിക്കുന്നത് എല്ലാം കൂടി ഒന്ന് കൂട്ടിക്കുവച്ച് കഴിക്കാൻ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ലാസ്റ്റ് നോക്കിയപ്പോൾ ആ വീഡിയോയില്ല. കാരണം സ്റ്റോറേജ് ഫുള്ളായിട്ട് എന്താണെന്നറിയില്ല, അത് സേവ് ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും വിളമ്പുന്ന കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇതിൽ കിട്ടിയിട്ടുണ്ട്. അതെങ്കിലും ഭാഗ്യം. അപ്പോൾ കുറേ നാളേക്ക് ശേഷം ഇങ്ങനെ ഒരു ചോറൊക്കെ ആക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. നിങ്ങളെ ആക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കിയിട്ടൊക്കെ കഴിച്ച് നോക്ക്. അപ്പം എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെയായിരിക്കും. എനിക്കിത് കുറേ കാലം കൂടിയിട്ട് ചെയ്തുകൊണ്ടായിരിക്കും ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.